സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ തുടരുന്ന സാഹചര്യമുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് കണ്ടത്. തൃശ്ശൂരിലും സമാനമായ സാഹചര്യമാണ്. തൃശ്ശൂർ അശ്വിനി ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലും വെള്ളം കയറിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് എങ്ങനെയാണ് മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സൂരജ് സജി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, തൃശ്ശൂരിലെ സാഹചര്യം എന്താണ്? സൂരജ്, സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് തൃശൂർ നഗരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രളയമുണ്ടായ വേളയിൽ പോലും തൃശൂർ നഗരത്തിൽ വെള്ളം കയറാത്ത ഇടങ്ങളിലാണ് ഒറ്റ ദിവസത്തെ മണിക്കൂറുകൾ പോലും ഇല്ലാത്ത മഴയിൽ വെള്ളം കയറിയിരിക്കുന്നതെന്നുള്ളതാണ് പ്രധാനമായും ഇവിടത്തുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. നഗരത്തിലെ പ്രധാന പാതകളെല്ലാം തന്നെ വെള്ളത്തിലാണ്. റെയിൽവേ സ്റ്റേഷൻ ആയാലും ബസ് സ്റ്റാൻഡ് പരിസരമാണെങ്കിലും ഇട റോഡുകളിലെല്ലാം വെള്ളം കയറി. അതോടുകൂടി തന്നെ തൃശൂർ നഗരത്തിലെ വിവിധ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണ്. വിവിധ ഫ്ളാറ്റുകളിൽ വെള്ളം കയറി. ഫ്ളാറ്റിന്റെ ഗ്രൗണ്ട് നിലയെല്ലാം തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അടക്കം മുങ്ങി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തൃശൂർ അശ്വിനി ആശുപത്രിയാണ്. ഏറ്റവും വലിയ ഒരു ദുരിതമുണ്ടായ പ്രദേശം എന്ന് പറയുന്നത് തൃശൂർ അശ്വിനി ആശുപത്രിയാണ്. 3 കോടിയോളം രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആശുപത്രിക്കകത്തെ കാഷ്വാലിറ്റിയിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, അതായത് ഇത്രയും വലിപ്പത്തിൽ, അതായത് ഇത്രയും ഉയരത്തിലാണ് ഈ മേഖലയിൽ വെള്ളം കയറിയത്. അങ്ങനെ ഈ കാഷ്വാലിറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്കാനിങ് സെന്റർ ഉണ്ട്, അവിടെയെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാഷ്വാലിറ്റിക്കകത്തേക്ക് പെട്ടെന്ന് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. കാര്യം ഒരു തരത്തിലും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ള ആളുകളാണെങ്കിൽ പോലും പുറമെ മറ്റു വീടുകളിൽ താമസിക്കുന്ന ആളുകളുമായി പോലും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പെട്ടെന്നായിരുന്നു ഈ വെള്ളത്തിന്റെ ഒഴുക്ക് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഈ സമയം വെള്ളം എത്തുന്നു. ആ സമയത്ത് ഇവിടെയാണ് ജീവനക്കാരടക്കം ഈ പല ബെഡിനകത്തേക്ക് കയറിയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഉണ്ടായിരുന്ന രോഗികളടക്കം പെട്ടെന്ന് തന്നെ മുകളിലത്തെ നിലയിലേക്ക് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ കാണുന്ന ഫ്രിഡ്ജ്, അത് ആ വെള്ളത്തിന്റെ ഒഴുക്കിൽ മറിഞ്ഞു വീണ ഫ്രിഡ്ജാണ്. ആ ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഫ്രിഡ്ജ് ഈ വെള്ളത്തിന്റെ ഒഴുക്കിൽ മറിഞ്ഞു വീഴുന്ന സാഹചര്യം പോലും ഉണ്ടായി. അങ്ങനെ ഈ താഴത്തെ നിലയിൽ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. പ്രധാനമായും സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ PWDയുടെയും പരിധിയിൽ വരുന്ന കാനകളുണ്ട്. ആ കാന കൃത്യസമയത്ത് ക്ലീൻ ചെയ്യാതെ പോയതും അതുപോലെ തന്നെ ആ കാനയുടെ നിർമ്മാണത്തിലുണ്ടായ അപാകതയുമാണ് ഇത്തരത്തിൽ ഈ നഗരത്തെ വെള്ളക്കെട്ടിലാക്കിയതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് PWDക്ക് അടക്കം കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളും എല്ലാം നടന്നതാണ്. പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല. ഈ മഴ അടുത്തിരിക്കുന്ന സമയത്ത് പോലും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ അനാസ്ഥ അത് തൃശൂർ നഗരത്തെ തന്നെ വെള്ളത്തിലാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൃശ്ശൂരിലെ പ്രധാന ഒരു ആശുപത്രിയാണ് ഇത്തരത്തിൽ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിരവധി രോഗികൾ എത്തുന്ന കാഷ്വാലിറ്റി അടക്കം പൊടുന്നനെ വെള്ളത്തിൽ അമരുന്ന ഒരു സാഹചര്യമുണ്ടായി. തൃശൂർ നഗരത്തെ ഫ്ളാറ്റുകളാകട്ടെ വീടുകളാകട്ടെ നഗരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പോലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ ഗുരുതരമായ വീഴ്ച അത് കോർപ്പറേഷൻ ഉണ്ടായി എന്നുള്ളതാണ് ഈ പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കൃത്യമായി കാനകൾ ക്ലീൻ ചെയ്യുന്നതിലും കാനകൾ വൃത്തിയാക്കി ഓവുചാലുകൾ ഈ വെള്ളം ഒഴുകിപ്പോകുന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതിലെല്ലാം വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ഈ ആശുപത്രിക്ക് മുന്നിലെ ഈ കാന അത് JCB എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് ഈ ഓട പൊളിച്ച് വെള്ളം കടന്നു പോകാനുള്ള ഒരു സൗകര്യം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കാണുന്ന നിലയിലേക്ക് പോലും ആശുപത്രി എത്തിയതെന്നുള്ളതാണ്. ആശുപത്രിയിലെ വെള്ളം താഴ്ന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്നാലും പൂർണ്ണമായും നഗരത്തിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല. ആശുപത്രിയിലെ വെള്ളം ഇറങ്ങി, അതോടൊപ്പം തന്നെ നഗരത്തിലെ ചില വീടുകളിലെ വെള്ളം ഇറങ്ങി. ഇപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷനിലടക്കം ഈ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിങ്ങുകളിലടക്കം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വടക്കേച്ചിറയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ പൂർണ്ണമായും ഗ്രൗണ്ട് നില, അതായത് ഗ്രൗണ്ടിലെ പാർക്കിംഗ് നില പൂർണ്ണമായും മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. 4 കാറുകൾ കുടുങ്ങിക്കിടക്കുന്നു, ബൈക്കുകൾ കുടുങ്ങിക്കിടക്കുന്നു. അങ്ങനെ നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ തൃശൂർ നഗരത്തിൽ ഈ വെള്ളക്കെട്ടിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അശ്വിനി ആശുപത്രിയിൽ മാത്രം 3 കോടിയിലധികം നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. TK. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകി.